ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാൻ കിട്ടില്ല പോലത്തെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓൺലി ആർസണൽ ചലഞ്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഗൈസ്, നമ്മുടെ മാപ്പിനകത്ത് ആർസണൽ ബങ്കേഴ്സ് ഒരുപാടെണ്ണം കാണും. സോ അതിനകത്തുള്ളത് മാത്രം ഗൺസ്, ഇല്ലെങ്കിൽ അതിനകത്തുള്ള മെഡിക്കിറ്റ്സ്, ഇല്ലെങ്കിൽ അതിനകത്തുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്കറിയാം ഗൈസ്, കുറച്ച് ടഫ് പിടിച്ച മാച്ചാണ്. സോ അതിനൂടെ കുറച്ചുകൂടെ ടഫ് ആക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു മാച്ചിനകത്തുണ്ടല്ലോ 20 കില്ല് എന്നുള്ളൊരു ചലഞ്ചും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. 20 കില്ല് നമുക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കേസ് നിങ്ങൾക്ക് അറിയാലോ, ഏതൊരു ചലഞ്ച് എടുക്കുന്ന സമയത്തും അതിൻ്റെ കുറച്ച് ലൂപ്പ് ഹോൾസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചപ്പോട്ടല്ലോ ഈ ഒരു ടഫ് പിടിച്ച ചലഞ്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കുന്നത്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഏതോ ചെമ്പോ തുരുമ്പോ എന്തോ കണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് മാത്രമേ എനിക്ക് ഓപ്പോസിറ്റ് വരത്തുള്ളൂ. സോ ഈ ഒരു സമയത്ത് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക ഗൈസ്? ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. അതേപോലെ ഗൈസ്, 20 കില്ലെന്ന ഈ ഒരു മൈൽ സ്റ്റോൺ നമുക്ക് എത്തിക്കാൻ പറ്റുമോ കൂടെ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ചെറിയ ലൂപ്പ് ഹോളിൻ്റെ കാര്യം. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറെ ഗൺസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് ഗൈസ് ബങ്കറിനകത്ത് വല്ല ചാത്തം പിടിച്ച ഗണ്ണാണെങ്കിൽ മൂഞ്ചു അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ അപ്ഡേറ്റിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ബങ്കർ നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കോയിൻസ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ നേരെ ഇറങ്ങിയിരിക്കുന്ന മില്ലിലേക്കായിരുന്നു. മില്ലിലേക്ക് ഇറങ്ങിയ പാടെ തന്നെ ഉണ്ടല്ലോ വല്ല എനിമീസോ കാര്യങ്ങളോ വന്ന് നമ്മളെ ആദ്യം തന്നെ കൊന്നിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ക്ലോയിൻ്റെ പവർ അല്ലേ കേസ്, ആ ഒരു ഫിസ്റ്റിൻ്റെ ആ ഒരു എക്സ്ട്രീം പവറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇറങ്ങിയ പാടെ തന്നെ ഒരുത്തിനെ ആഡിച്ച് നോക്കാക്കി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടല്ലോ മാക്സിമം കോയിൻ കളക്ട് ചെയ്യാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോയിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബങ്കേഴ്സ് കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ നിന്ന് തുറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് ആ ഒരു കോയിൻ കൊടുത്ത് എന്താണ് നമ്മുടെ ആ ഒരു വെൻഡിങ് മെഷീനകത്ത് നിന്ന് നമുക്ക് ആർസണൽ കീ എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഓഫർ വല്ല ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു തേങ്ങയില്ല, 600 കോയിൻ തന്നെ കൊടുക്കണം അല്ലേ. ചില സമയത്ത് കേസ് നമ്മുടെ ഈ ഒരു വെൻഡിങ് മെഷീനകത്ത് 100 കോയിനൊക്കെ നമുക്ക് ആർസണൽ കീ മേടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 ആർസണൽ കീ ഒരുമിച്ച് അങ്ങ് മേടിച്ചിട്ടുണ്ടല്ലോ, കണ്ണി കാണുന്ന എല്ലാ ബങ്കറും അങ്ങ് തുറക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അടപടല മൂഞ്ചി നടന്നില്ല. എന്തായാലും ആദ്യം തന്നെ ഈ ഒരു അപമാനം അത് ഞാൻ സ്വീകരിച്ചു കേട്ടോ. അതിനുശേഷം ഗ്യാസ് മില്ലിനകത്ത് അത്യാവശ്യം കോയിനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു ലോഞ്ചും പാട് യൂസ് ചെയ്ത് നേരെ ഗൈസ് നമ്മുടെ ആ ഒരു ബങ്കറിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അതും ഗൈസ് പീക്കിൻ്റെ മൂട്ടിലുള്ള ഈ ഒരു ബങ്കറാണ്. മിക്കവാറും എനിമീസ് ടൈമും ആയില്ലേ എൻ്റെ പൊന്ന് ഗൈസ്. ഈ ഒരു ബങ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ടഫാണ്. ഇതിനകത്തുള്ള സാധനങ്ങളെന്നൊക്കെ പറയുവാണെങ്കിൽ എൻ്റെ മോനെ വേണ്ട ഒന്നും കാണത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി കോയിൻ ഉള്ളതുകൊണ്ട് നമുക്കുണ്ടല്ലോ നേരത്തെ തന്നെ ഇത് തുറക്കുന്നതിന് മുമ്പ് തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ കിടിലം പോലത്തെ ഗൺസും കിടിലം പോലത്തെ ലെവലുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുമാത്രമല്ല കേസ്, ലൂപ്പ് ഹോളിനകത്ത് ഒരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഗൺ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ലോഡ് ഔട്ടില്ല കേസ്, അതും കൂടെ ഞാൻ ആ ഒരു ഹാമറും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഗണ്ണ് കിട്ടിയാലും എക്സ്ട്രീം പവറിലേക്ക് നമുക്ക് അതാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ബങ്കർ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത് വിത്തൗട്ട് ഗണ്ണായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു കാട്ടുവാഴ നമ്മുടെ മുമ്പിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ അത്യാവശ്യം ഡാമേജുകളൊക്കെ തരാൻ വേണ്ടി നോക്കി. അവനറിയത്തില്ല കേരള വാല ബെഡാ പ്രോ പ്ലെയർ ആണ് മുമ്പ് വെക്കുന്നത്. ഞാനൊന്നും നോക്കിയില്ല, കൈവച്ച് നേരെ എൻ്റെ തല നോക്കി എയിം ചെയ്ത് കുറേ അടിക്കാൻ നോക്കി. എന്താ പറ്റാത്ത പണ്ടത്തെ പോലെയല്ല, കുറേ കാര്യങ്ങൾ മാറിയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അവനെ അടിച്ചിട്ട് നോക്കാക്കിയപ്പോഴത്തേക്കും കേസ് നമ്മുടെ രണ്ടാമത്തെ കില്ല് നമ്മളോട് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. വന്ന് കയറി ഇങ്ങ് വാ, ഞാനിവിടെ കയ്യും വീശി നിൽക്കുമല്ലേ, എല്ലാം ഓടിച്ചാടി ഇങ്ങ് വാ, ഞാൻ അടിക്കട്ടെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കേസ് പുറകെ നിന്ന് ഒരുത്തരാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിക്ക് അടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അവൻ രണ്ട് വെടിവെച്ച ശേഷം ഞാൻ ഒരു ഗ്ലൂ ഇട്ടു. അതിന് ശേഷം ഉണ്ടല്ലോ അവൻ ബോട്ടിനെ പോലെ കേസ് ഓടി എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒറ്റ അടിയായിരുന്നു. തലമണ്ട ഓളം നമ്മുടെ കിടക്കുന്ന കണ്ടോ. നിങ്ങൾക്കറിയാലോ ഗേസ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വലിയ പ്ലേയേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് ഓപ്പോസിറ്റ് വരാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ബുദ്ധി മൈ ഗോഡ് ലെവൽ ബ്രില്യൻസ്. ഓക്കെ, എന്തായാലും ആ ടൈം നോക്കുന്ന സമയത്ത് 8, 7, 6 ഓക്കെ ടൈം ആകാൻ വേണ്ടി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തുറക്കുവാണെങ്കിൽ ഒരു ഗണ്ണ് കൈ കിട്ടും. പക്ഷേ ഗ്യാസ് ഞാൻ ഉണ്ടല്ലോ ഇതിനകത്ത് വൈബ്രേഷൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എനിമി അടുത്തത് 2 പേരോ എൻ്റെ പൊന്ന് ഗ്യാസ്. ഞാൻ സോളോ വേഴ്സസ് ഡിയോ ആണ് ഗ്യാസ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പേരൊക്കെ കാണും കേട്ടോ. അവർ തമ്മിലടിക്കുവാണല്ലേ. അങ്ങനെ തന്നെ വേണം. ഒരുത്തനാണെങ്കിൽ ഗ്യാസ് അടിച്ചിട്ട് മറ്റവനെ അപ്പുറത്തെ പറമ്പിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല എനിക്ക് മെഡിക്കറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം ഗ്യാസ് നമുക്ക് മെഡിക്കറ്റ് ഒക്കെ വളരെ ലോ ആയിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഗ്യാസ് ബുദ്ധി നമ്മുടെ ആ ഒരു പവറല്ലേ കേസ് നമുക്ക് EP-SP മാറ്റുന്നത്. ആ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. അറിയാവുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. എന്തായാലും ആ ഒരു ക്യാരക്ടർ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് HP-നെ പറ്റി അധികം കോൺഷ്യസ് ആകേണ്ട കാര്യമില്ല. എപ്പോഴൊക്കെ ലൈഫ് പറയുന്നു അപ്പോൾ കേസ് നമുക്ക് EP-SP കൺവേർട്ട് ആക്കുന്ന പവർ ഓണാക്കി കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ചില സമയത്തൊക്കെ ഗണ്ണിനകത്ത് ഒരുപാട് ഗൺസ് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ നിലത്ത് കിടപ്പുണ്ടായിരിക്കും. നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം എന്താണ്, ലെവൽ 3 ബാഗൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ലോഡ് ഔട്ട് കുറച്ചധികം കപ്പാസിറ്റി
കിട്ടാൻ വേണ്ടി, അത് ബാഗ് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി നമ്മുടെ പാന്തറിന്റെ പവറുള്ള കേസ് അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവൽ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു എനിമി ഉണ്ട്. അവൻ കയറി വരായിരിക്കാൻ വേണ്ടി ഗ്ലൂ ആയിട്ട് മറിച്ചിട്ട് ഞാൻ ഗണ്ണ് വർക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ കേസ് നമുക്ക് കിട്ടിയിരിക്കുന്ന M10 അതേപോലെ കേസ് മാക്-10 ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു മാക്-10 വെച്ച് നൈസായിട്ട് കേസ് ആ വന്ന എനിമിനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മുടെ 5ാമത്തെ കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് കേസ് സൈഡിലൊക്കെ ലെവൽ 3 ഐറ്റംസ്, അതായത് ലെവൽ 3 ഗൺസുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്താണ് കേസ് എനിക്ക് ഫമാസ് കിട്ടി, മാക്-10 കിട്ടി. പക്ഷേ കേസ് ഈ ഒരു ഗണ്ണ് അത്ര നല്ലതാണോ? എനിക്കാണ് യൂസ് ചെയ്ത് കുറച്ച് പരിചയം കുറവുള്ളതുകൊണ്ട് ഞാൻ എടുക്കാൻ വേണ്ടി ഒന്നും മടിച്ചു തോന്നുന്നു. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുന്ന സമയത്ത് എനിക്കൊരു M60 ലെവൽ 3 കിട്ടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, M60 അല്ല എടുത്തേക്കാം. ഇനി വേറെ എന്താണ് കേസ് ഇവിടെ കിടക്കുന്നത്? എനിക്കാണെങ്കിൽ ആവശ്യത്തിലുള്ള മെഡിക്കറ്റ് കിട്ടിയോ നോക്കിക്കഴിഞ്ഞാൽ ആകെ 4 മെഡിക്കറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നോക്കുവാണെങ്കിൽ കേസ് 39 ആൾക്കാർ, എത്ര കേസ് 39 ആൾക്കാർ സ്റ്റിൽ ഈ ഒരു മാച്ചിനകത്ത് അലൈവാണ് കേട്ടോ. ഇവന്മാർ മുമ്പിൽ പിടിച്ചേക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഇൻ കേസ് ഗൈസ് ഈ ഒരു ചാലഞ്ച് എടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇൻ കേസ് നമ്മുടെ ഈ ഒരു ഗണ്ണിനകത്തുള്ള ബുള്ളറ്റുകളൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ അമ്മോ, ഗണ്ണില്ലാതെ ലാസ്റ്റ് ഒക്കെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. എന്തായാലും അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഉണ്ടല്ലോ ഞാൻ ആ ഒരു ആർസണൽ കീ തപ്പി നടക്കുന്നുണ്ട്. അതിന് വേണ്ടി നമുക്ക് കോയിൻ വേണം കേട്ടോ. 800 കോയിനേ ഉള്ളൂ. ഇതൊക്കെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിമീസ് ഇത്രയും ദാരിദ്ര്യം പിടിച്ചവരൊക്കെ കൊല്ലണോടെ എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ എന്നെ കൊല്ലായിരിക്കും. സോ അതുകൊണ്ട് മാക്സിമം ഉണ്ടല്ലോ ആ ഒരു കോയിൻ കളക്ട് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ആർസണൽ കീ മേടിച്ചിട്ട് ആർസണൽ ബങ്കർ നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും അത്രയും ദൂരം ഓടിപ്പോയിട്ട് നമുക്ക് എടുക്കേണ്ട വരില്ല. നമുക്ക് സിപ്ലൈൻ ഉണ്ടല്ലോ, എവിടെ ആ സിപ്ലൈൻ പിടിച്ച് നൈസർ ഉണ്ടല്ലോ, ആ ഒരു താഴെ കിടക്കുന്ന കോയിൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എത്രയാകും ഗൈസ്? 1300 കോയിൻ ആകുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അത് വേറെ ലെവലാണ്. മാക്സിമം കോയിൻ കളക്ട് ചെയ്യുക കേട്ടോ. എന്തായാലും കോയിൻ കളക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം കിട്ടാൻ വേണ്ടി നമ്മുടെ സൂസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് കോയിൻ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 100 കോയിനൊക്കെ എക്സ്ട്രാ കിട്ടുന്ന ഒരു പരിപാടിയില്ല കേസ്, അത് തന്നെയാണ് കേട്ടോ. ആ ഒരു ക്യാരക്ടർ സ്കിൽ ഞാൻ ബ്രില്യൻറ്റ് രീതിയിൽ എൻ്റെ 1000 IQ ബുദ്ധിയിൽ ഞാൻ നോക്കി കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അതെടുക്കാൻ കേട്ടോ. പിന്നെ വഴിയെ പോകുന്ന എനിമീസ് ഒന്നും മാക്സിമം ഞാൻ വെറുതെ വിടുന്നില്ല. അവന്മാരെ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ 20 കില്ല് എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ഇല്ലേ, അതുകൂടി അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വിട്ട് അടുത്തൊരു ബങ്കർ ഓപ്പൺ ആക്കാം എന്ന് വിചാരിച്ച് വണ്ടി എടുത്തോട്ട് പോകുന്ന സമയത്ത് തൊട്ടുമുമ്പിൽ എരുമി. എന്തായാലും ഡ്രൈവിംഗ് സ്കില്ല് കാണിക്കാനുള്ള അവസരം, ഓ മൈ ഗോഡ് മോഞ്ചി കേട്ടോ. വലിയ കാര്യത്തിൽ മാച്ച് കാണിച്ച് ഡ്രൈവിംഗ് സ്കില്ല് അടിച്ച് അവരെ അടിച്ച് പറപ്പിക്കാനൊക്കെ നോക്കിയത്, പക്ഷെ നടന്നില്ല. എന്തായാലും അത് പുറത്ത് കാണിക്കണ്ട, ഇതിൻ്റെ ടെക്നിക്കാണ് കേട്ടോ. എന്തായാലും വണ്ടി എടുത്ത ശേഷം നേരിട്ടല്ലോ നമുക്ക് ആ ഒരു ബങ്കറിലേക്ക് പോയിട്ട് അതങ്ങ് ഓപ്പൺ ആക്കാം എന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ കാട്ട് ബോട്ടുകളൊക്കെ ഒരു പ്രത്യേകത കേസ്. നമ്മൾ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാതെ വള്ളി പിടിക്കും. വഴിയെ പോകുന്നവരെ പിടിച്ചാല ഇവന്മാരെ കഴിഞ്ഞിട്ടേ ആവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. വണ്ടി എടുത്തോണ്ട് പോകുന്ന സമയത്ത് അതും ജീപ്പാണ്, അവിടെ പച്ച ജീപ്പൊക്കെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് എവിടുന്നൊക്കെയാ വെടി വരുന്നത്, ആരൊക്കെയാ തല്ലുന്ന, ആരൊക്കെയാ ചൊറിയുന്നതെന്ന് മനസ്സിലാകാതെ പോലും ഇല്ല കേട്ടോ. എന്തായാലും അവരെയും കൂടെ വെച്ച് കംപ്ലീറ്റ് ആക്കി 8 കില്ല് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേസ് നമ്മൾ നേരെ ഒരു ബങ്കർ തുറക്കാൻ വേണ്ടി പോവാണ്. സോ ഈ ഒരു സമയത്ത് ഒരു കാര്യം വന്നേരം, അതായത് എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യണമെന്ന് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും അതേപോലെ ഒന്ന് ലൈക്കായിട്ടും ഒന്ന് അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. അന്നാമത്തെ കേസ് എനിക്ക് ഇനി വീഡിയോ ഇടാൻ വേണ്ടിയുള്ളൊരു എന്താണ് പ്രചോദനം ഇല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. ശരി കേസ് ഒരു സൈഡിൽ ഞാൻ ഉണ്ടല്ലോ ഷോർട്സ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പയ്യെ നിൽക്കുമ്പോഴാണ് എല്ലാവരും വന്ന് പിന്നെ കമൻറ്റ് ചെയ്യുന്നത് പണ്ടത്തെ പോലെ വീഡിയോ ബ്രോ, പണ്ടത്തെ പോലെ ഗെയിം കളിക്കും ബ്രോ എന്നൊക്കെ പറയും. സോ പണ്ടെന്നുള്ള കാര്യം അത് കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് ഗൈസ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ എൻ്റെ ആ ഒരു വളർച്ച ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഒരു ചാലഞ്ചും അതേപോലെ ഈ ഒരു ചാനലും എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതും നിങ്ങൾക്ക് അടുത്തിരുന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ പ്ലീസ് പുതിയൊരു യൂട്യൂബറായിട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ട് പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും അവിടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്ക് കേസ് ഓൾറെഡി നമുക്ക് 8 കില്ല് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കേസ് നമുക്ക് HP ആക്കുന്നതിന് മുമ്പ് തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്ത് സെറ്റ് ആക്കണം. ഈ ബോട്ടുകളാണെങ്കിൽ അടിക്കുന്നതൊക്കെ കിടിലൻ ഡാമേജ് കേസ്, എൻ്റെ അമ്മോ. അതും ഒരുത്ത മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്നും തമ്മിലടിക്കത്തില്ല, എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തേക്ക് കേട്ടോ. തൊട്ട് മുമ്പിൽ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി ഉണ്ടായിരുന്നു. അവൻ നൈസ് എടേ മറ്റവനൊക്കെ ഉണ്ടല്ലോ വാളിനകത്തൂടെ കട വെടിവെക്കുന്നത്. ബോട്ടായതുകൊണ്ട് പിന്നെ പറയാനും പറ്റത്തില്ല കേട്ടോ. പെട്ടെന്ന് മെഡിക്കറ്റിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആടാം. കാര്യം വാല എനിമി വരുമല്ലേ, ഇവന്മാരെ മുമ്പിൽ പിടിച്ച് വെക്കണമെങ്കിൽ കുറച്ച് തന്തിലാന്തരം കാണിച്ചാൽ മാത്രമേ റെഡിയാകത്തുള്ളൂ കേസ്. നേരെ ചെന്നിട്ട് അവന്മാരെ മാക്സിമം അടിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ. ഓടല്ലടാ ദിക്കടാ, എൻ്റെ 20 കില്ല് കംപ്ലീറ്റ് ആക്കിക്കോട്ടറാ. അവന്മാരെ കൊന്ന പാടെ കേസ് നമുക്കുണ്ടല്ലോ അത്യാവശ്യം ഗ്ലൂ വാളുകളിലൊക്കെ കിട്ടുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഗ്ലൂ വാളിന് വലിയ പഞ്ഞൊന്നുമില്ല കേട്ടോ. ലോങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് കേസ് എനിമി ഉണ്ട്. എനിക്കാണെങ്കിൽ മെഡിക്കറ്റും വളരെ ലോ ആണ്. അതുമാത്രമല്ല നമുക്ക് സോണും വന്നിട്ടുണ്ടെന്ന്. എൻ്റെ മോനെ ഈ സമയത്ത് മെഡും കുറവാണല്ലോ, എൻ്റെ ദൈവമേ. പെട്ടെന്ന് തന്നെ മെഡിക്കറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് സോണിലേക്ക് ഓടി കയറാനാണ് എൻ്റെ മൈൻഡ് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അവസാനത്തെ ടോപ്പ് 10 പ്ലേയേഴ്സിലേക്ക് എതിരുണ്ടായിരുന്നു കേസ്, വേറെ ലെവൽ. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ 10 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 21 പേര് സ്റ്റിൽ അലൈവ് ആണ്. സോ എന്തായാലും ഈ ഒരു സമയത്ത് കേസ്
ഗൈസ് മാത്സ് കാണിച്ചാൽ മാത്രമേ നമ്മുടെ 20 കിൽ എന്ന് പറഞ്ഞ ആ ഒരു ചാലഞ്ച് ഇല്ലെങ്കിൽ ആ ഒരു മൈൽസ്റ്റോൺ നമുക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയുള്ള ഗെയിം സെൻസ് വെച്ച് നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് 20 കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിലുള്ള ഗണ്ണെന്ന് പറയുവാണെങ്കിൽ ആർസണലിൽ നിന്ന് എടുത്ത മാത്രം ഗണ്ണുകൾ മാത്രമാണ് കേട്ടോ. അതായത് വേറെ ഗണ്ണുകൾ നമ്മൾ നിലത്തുനിന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു മെഡിക്കിറ്റ് പോലും നമ്മൾ നിലത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇൻ കേസ് ഗൈസ് ഞാൻ ഈ ഒരു മാച്ചിനകത്ത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ മാത്രമേ എനിക്ക് എൻ്റെ ഓരോ ഗെയിം പ്ലേയിലും ഇല്ലെങ്കിൽ ഓരോ ചാലഞ്ചസിനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അവസാന സോൺ ആയപ്പോഴത്തേക്ക് എനിമിയൊക്കെ കാലേ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വന്ന് കണ്ണി കാണുന്നവരൊക്കെ വെടിവെച്ച് അങ്ങോട്ട് പോയി ചെറിഞ്ഞ് വേറെ ആൾക്കാർ കില്ലെടുക്കുന്നതിന് മുമ്പ് തന്നെ ചാടി കയറി ആ ഒരു കില്ലൊക്കെ സെക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാല വെടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് മൊത്തം 12 കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പിലാണ് ഒരു എനിമി, അവനെ അങ്ങ് അടിച്ച് കംപ്ലീറ്റ് ആക്കി ആ ഒരു ഡ്യൂനെ വൈപ്പ് ചെയ്ത് മൊത്തം കേസ് 13 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് സോൺ ചെറിയ സോണാണ് എനിക്കറിയാം. സോ നമ്മളിപ്പോൾ വലിയ കാര്യത്തിൽ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ അറിയാമോ? നമ്മൾ വലിയ കാര്യത്തിൽ ഗ്ലൂ ആളാക്കിയിട്ട് മാസ് കാണിച്ച് ഒരുത്തരെ അടിച്ച് കൊന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഡാമേജ് കിട്ടും, നമ്മൾ അവനെ കൊല്ലുകയും ചെയ്യും ഓഫ്കോഴ്സ്. പക്ഷേ കേസ് അതിനുശേഷം വരാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ലോങ്ങിൽ നിന്ന് അപ്പത്തെ പറമ്പിൽ നിന്ന് വല്ല സ്നൈപ്പർ ഉണക്കിട്ട് എന്തെങ്കിലും ചാത്ത സാധനം വെച്ച് നമ്മൾ ഒറ്റ അടിയായിരിക്കും, നമ്മളവിടെ കുഴഞ്ഞു വീണ് ചാകുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് എൻ്റെ അമ്മ പറയാൻ വയ്യ കേട്ടോ. പിന്നെ മാത്രമല്ല കേസ് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന കില്ലൊക്കെ ഇല്ലേ, അതൊക്കെ വേറെമാരൊക്കെ നക്കിക്കൊണ്ട് പോകും കേസ്. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ എൻ്റെ ലൈഫാണെങ്കിൽ ഭയങ്കര കുറവായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മെഡിക്കറ്റുകളൊക്കെ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ അടുത്ത് കയറി വരുമായിരുന്നു കേട്ടോ. എന്തായാലും മാക്ടൺ വെച്ച് കുത്തിപ്പിടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും ഓടല്ലടാ, കുറച്ച് മര്യാദ കാണിക്കടാ, ഞാൻ ചലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒള്ളി ആർസലിൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആർസലൻ ഗണ്ണ് ബങ്കറിനകത്ത് മാത്രമുള്ള ഗൺസാണ്. സോ വേറെ ഒരെണ്ണം പോലും ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നെ എന്താ ചെയ്യണ്ടേ ബ്ലഡി ഫുൾ. എന്തായാലും ഓപ്പണിലേക്ക് ഓടി വന്ന അവരെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയത്, അതും M63 വെച്ച് കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും മൊത്തം ഗൈസ് 3 എനിമി മാത്രം ലാസ്റ്റ് അലവേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ 16 കില്ല് ഗൈസ്. എൻ്റെ മോനെ ബാക്കിയുള്ള എല്ലാത്തിനെയും കൊന്നു കഴിഞ്ഞാലും ഗൈസ് എനിക്ക് എൻ്റെ 20 കില്ല് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നല്ല ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് കേസ് എൻ്റെ ഹാമറിനെ പറ്റി ആലോചിച്ചത്. സോ അത് വെച്ചിട്ട് എൻ്റെ മാക്ടണും അതേപോലെ M60 ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം വേറെ ഏതെങ്കിലും കിടിലും പോലത്തെ ഗണ്ണ് കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിന്നത്, പക്ഷേ പറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഈ സമയത്ത് നോക്കുമ്പോൾ മാക്ടണിനകത്ത് 8 ബുള്ളറ്റ്, എൻ്റെ അമ്മോ ഗണ്ണിനകത്ത് ബുള്ളറ്റില്ലാത്ത അവസ്ഥ എന്തിനാ. എന്തായാലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് കേസ്. 2 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. ഉള്ളത് മൊത്തം അവന്മാരെ വായിലേക്ക് അടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ M60ക്കും ആ ഒരു ബുള്ളറ്റ് കുറവാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉണ്ടല്ലോ ഒരു 400-500 അമോ ഒക്കെ വെച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എൻ്റെ പണ്ടത്തെ ഗെയിം പ്ലേ കാണുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ. പക്ഷേ എന്നാലും ഗൈസ് മാക്സിമം അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും 2 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. 18 കില്ല് ഗൈസ്, 18 കില്ല് ആർസണൽ ബങ്കറിലെ ലൂട്ട് വെച്ച് മാത്രം നമ്മൾ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുവാണ്. തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരാണെങ്കിൽ പാട്ടും പാടി കയറി വരുവാനുള്ള വാളാ, ഇതിൻ്റെ ഷോർട്ട് റേഞ്ചിൽ 8 ബുള്ളറ്റ് അടിക്കും. പക്ഷേ വേണ്ട കേട്ടോ, ഇങ്ങനെ തെപ്പൊക്കെ ആവേശം കാണിച്ചാൽ ഞാൻ മൂഞ്ചത്തേ ഉള്ളൂ. അതുകൊണ്ട് M60 വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ അടിച്ചങ്ങ് ഗൈസ് അടിച്ച് ഹെഡ് ഷോട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കി വേറെ ലെവലൊരു ബൂയി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ് ആർസണൽ ബങ്കർ ചാലഞ്ച് ഓക്കെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. കിടക്കും പോലത്തെ വീഡിയോ കാണാം. പിന്നെ നാളെ ഏത് ചാലഞ്ച് ചെയ്യുന്ന കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.